സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തപ്പള്ളി. ഇന്ന് 2026 ജൂൺ മാസം 16 ചൊവ്വാഴ്ച. പതിപോലെ തലക്കെട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. രണ്ട് വിഷയങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ പറ്റിയും പിന്നെ അതിലെ ഷക്കീറ എന്ന ഗായികയുടെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. ഓരോരുത്തർക്കും തങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീം ഇത്തവണ വിജയിക്കണമെന്ന് ആഗ്രഹിക്കും. അതിൽ അസ്വാഭാവികത ഒട്ടുമില്ല, തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രവചനമനുസരിച്ച് ഇത്തവണത്തെ വിന്നർ ചാമ്പ്യൻ സ്പെയിൻ ആയിരിക്കുമെന്നാണ് ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചിച്ചിരിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ 3 വേൾഡ് കപ്പും കൃത്യമായി പ്രവചിച്ച ഒരു ജർമ്മൻകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജോവാച്ചിം ക്ലെമന്റ് എന്നാണ്. അദ്ദേഹം ഒരു ജർമ്മൻ എക്കണോമിസ്റ്റ് ആൻഡ് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ 3 തവണയും അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്: ഹി accurately forecasted the last 3 World Cup champions using a statistical model based on socio-economic factors rather than football analytics. ഈ ഒരു തന്ത്രം ഉപയോഗിച്ചാണ്, ഈ ഒരു സംഗതി ഉപയോഗിച്ചാണ് അദ്ദേഹം പ്രവചനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 3 തവണയും കൃത്യമായി പ്രവചിച്ച ആളാണ് അദ്ദേഹം. ഇത്തവണ പ്രവചിച്ചിരിക്കുന്നത് സ്പെയിനിനെയല്ല, ഹോളണ്ടിനെയാണ്. നെതർലാൻഡ്സ് എന്ന് പറയും, നമ്മൾ ഡച്ചുകാരെന്ന് പറയില്ലേ, അങ്ങനെയാണ്. അവർ നേരത്തെ 2 തവണ തുടർച്ചയായ റണ്ണറപ്പ് ആയിരുന്ന ടീമാണ്, നല്ല ടീമാണ്. ജോഹാൻ ക്രൈഫിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരായിരിക്കും ചാമ്പ്യൻ എന്നാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. ഞാൻ പ്രവചനമൊന്നും നടത്തുന്നില്ല, കാരണം ഞാനൊരു പണ്ഡിറ്റൊന്നുമല്ല, ഫുട്ബോൾ പണ്ഡിറ്റല്ല, സാധാരണ ഒരു കാണി മാത്രമാണ്, ഫുട്ബോൾ പ്രേമി മാത്രമാണ്. അപ്പോൾ കൂടുതലായിട്ട് പക്ഷെ ഞാൻ ഈ വിജയിയെ വേറൊരു ആംഗിളിൽ കൂടി നോക്കിക്കാണുകയാണ്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അതിനു മുമ്പ് നമുക്ക് ഒരു വ്യക്തിയെ കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അത് മറ്റാരുമല്ല, സംസ്കൃതത്തിലെ ഏറ്റവും വലിയ മഹാകവിയായിരുന്ന കാളിദാസനാണ്. കാളിദാസൻ ഒരിക്കൽ പറഞ്ഞു: അമ്പമ്പട രാഭണ കുംഭകർണ വിഭീഷണ, കുംഭകർണേ ബകാരോസ്തി ബകാരോസ്തി വിഭീഷണേ, രാക്ഷസാനാം കുലശ്രേഷ്ഠോ രാവണ നൈവ രാവണ, രാവണ നൈവ രാവണ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമ്പമ്പട രാവണ കുംഭകർണ വിഭീഷണ. അദ്ദേഹത്തിൻ്റെ ഒരു ലോജിക്ക് ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം, അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം ഇങ്ങനെയായിരുന്നു. ലങ്കാധിപതിയായ രാവണൻ്റെ പേര് രാവണൻ, ഭരണിയുടെ ആവാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ അനിയൻ്റെ പേര് കുംഭകർണൻ, രണ്ടാമത്തെ അക്ഷരം ഭായാണല്ലോ, ഭരണിയുടെ മൂന്നാമത്തെ ആൾ വിഭീഷണൻ. അപ്പോൾ എന്തായാലും ഇത് രാവണൻ തന്നെയായിരിക്കും എന്ന് അദ്ദേഹം ഒരു അവസരത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ ഇത്ര വലിയ മഹാനായ സംസ്കൃത പണ്ഡിതനായ മഹാകവിയായ ഇദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം വാസ്തവത്തിൽ ഒരു പണ്ഡിതൻ തന്നെയായിരുന്നു ആദ്യകാലത്ത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വരരുചിയുടെ ഒരു ദിവ്യത്വമുള്ള ആളുടെ ഒരു ശാപത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ആ പാണ്ഡിത്യമെല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു സാധാരണക്കാരനായി മാറി, ഒരു ആട്ടിടയനായി മാറി, അല്ലെങ്കിൽ ഒരു വിറക് വെട്ടിയായിട്ട് മാറി. പക്ഷെ അദ്ദേഹം കഠിനമായി തപസ് ചെയ്തു ഭദ്രകാളി ദേവിയെ. ദേവി ഇയാളിൽ പ്രസന്നയുമായി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ദേവീക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ കാളിദാസൻ ചെല്ലുകയും നോക്കുമ്പോൾ രാത്രിയാണ്. നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു, ദേവി അകത്തില്ല. അല്പം കുസൃതിക്കാരനായ കാളിദാസൻ എന്താന്ന് വെച്ചാൽ വേഗം അകത്ത് കയറി വാതിലടച്ചു. ദേവി തൻ്റെ ഭൂതഗണങ്ങൾക്കൊപ്പം തിരിച്ചു വന്നപ്പോൾ
വാതിൽ അടഞ്ഞു കിടക്കുന്ന അകത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കാളിദാസൻ ചോദിച്ചപ്പോൾ പുറത്താരാ? അപ്പൊ ദേവി പറഞ്ഞു, ഞാൻ കാളി. ഓ, അകത്താരാ? ഞാൻ ദാസൻ, അവിടുത്തെ ദാസൻ. അങ്ങനെ അദ്ദേഹത്തിന് കാളിദാസൻ എന്ന പേര് കിട്ടി. എന്താ ഇപ്പൊ ഇങ്ങനെ കുസൃതി ഒപ്പിക്കാൻ കാര്യം? ഒന്നുമല്ല, വരരുചിയുടെ ശാപത്താൽ അങ്ങേക്കറിയാമല്ലോ, എൻ്റെ സിദ്ധിയെല്ലാം പോയി, എനിക്ക് പഴയ പോലെ പാണ്ഡിത്യം വേണം, അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, പോർക്കണം. സാരമില്ല, നിങ്ങൾ വാതിൽ അല്പം തുറന്നിട്ട് നീ നിന്റെ നാവ് പുറത്തേക്കൊന്ന് ഇടൂ. നാവ് പുറത്തേക്കിട്ടപ്പോൾ അതിൽ ചിന്താമണി സ്തോത്രം ദേവി എഴുതി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ തനിക്ക് പാണ്ഡിത്യം തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നാണ് കഥ. ദേവിയുടെ ദാസൻ, കാളിദേവിയുടെ ദാസൻ, അതാണ് കാളിദാസൻ. അദ്ദേഹത്തിന് ഈ അറിവ് നഷ്ടപ്പെട്ടിരുന്ന കാലത്താണ് അദ്ദേഹം ഈ മണ്ടത്തരം എഴുന്നള്ളിച്ചത്. അമ്പമ്പട രാവണ കുംഭകർണ വിഭീഷണ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ശാപങ്ങളുടെ ഒരു ആകത്തുകയായിരുന്നു. ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കുമാരസംഭവം എഴുതിയപ്പോൾ പാർവതി ദേവിയുടെ ശാപത്തിനും ഇരയായി. പാർവതി ദേവിയും പരമശിവനും തമ്മിലുള്ള ദാമ്പത്യത്തിൻ്റെ അതിരുകടന്ന വർണ്ണയിൽ കോപിഷ്ഠയായ പാർവതി ദേവി ഇദ്ദേഹത്തിനെ ശപിച്ചു. ഇദ്ദേഹത്തിന് കുഷ്ഠരോഗം വന്നു. പക്ഷേ ഇദ്ദേഹം കാലിൽ കെട്ടി വീണ് മാപ്പ് അപേക്ഷിച്ചപ്പോൾ നിനക്ക് യഥാകാലത്ത് അത് മാറിക്കിട്ടുമെന്ന് പറയുകയും അദ്ദേഹം രഘുവംശം എഴുതി കുറേ വർഷത്തിന് ശേഷം. രാമൻ്റെ കഥയാണ്, അതുകൂടി അസുഖം മാറി എന്നുള്ള ഒരു കഥയും പ്രചാരത്തിലുണ്ട്. ഇതൊക്കെ കേട്ടുകേൾവിയൊക്കെ അടിസ്ഥാനമാക്കി പറയുന്നതാണ് കാളിദാസൻ്റെ. കാളിദാസൻ എന്ന് പറഞ്ഞതുപോലെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മൾ പറയാൻ പോകുന്ന പാറ്റേൺ വേണമെങ്കിൽ ഒരു ബാലിശമാണ്, അതിൽ ശാസ്ത്രമില്ല, ശാസ്ത്രീയത ഇല്ലെന്നൊക്കെ വേണമെങ്കിൽ തള്ളിക്കളയാം, അതിനൊന്നും വിരോധമില്ല. എന്തായാലും നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. അത് വേറൊന്നുമല്ല, ഫിഫ റാങ്കിങ് പ്രകാരം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നവർ ആരാണോ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത്, വേൾഡ് കപ്പിൻ്റെ ഫൈനൽ റൗണ്ട് നടക്കുന്ന കാലത്ത്, അതായത് ഇപ്പോൾ നടക്കുന്ന പോലുള്ള ഫൈനൽ റൗണ്ട് നടക്കുന്ന കാലത്ത് അവർക്ക് ഒരിക്കലും കപ്പ് നേടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉദാഹരണം ഒന്ന് പറയൂ, തെളിവ് കാണിച്ചു തരുമെന്ന് നിങ്ങൾ പറയും. ഫിഫ രാജ്യങ്ങൾക്ക്, ഫുട്ബോൾ കളിക്കുന്ന രാജ്യങ്ങൾക്ക് റാങ്കിങ് ഏർപ്പെടുത്തിയത് 1992-ലാണ്. അപ്പോൾ 1994 US അറ്റ്ലാന്റ വേൾഡ് കപ്പിൽ, അമേരിക്കയിലെ അറ്റ്ലാന്റ വേൾഡ് കപ്പിൽ 1-ാം സ്ഥാനക്കാർ ഫിഫയുടെ കണക്ക് പ്രകാരം 1-ാം റാങ്കുകാർ ജർമ്മനി ആയിരുന്നു. പക്ഷെ നമുക്കറിയാം ജർമ്മനി ഫൈനലിൽ പോലും പ്രവേശിച്ചില്ല. ബ്രസീൽ 4-2 ഇറ്റലിയെ തോപ്പിച്ചാണ്, ഷൂട്ടൗട്ടിൽ തോപ്പിച്ചാണ് അത്തവണ കിരീടം ചൂടിയത്. 1-ാം റാങ്കുകാർക്ക് കപ്പ് കിട്ടിയില്ല എന്ന് ചുരുക്കം. 1998 ബ്രസീലായിരുന്നു 1-ാം റാങ്കുകാർ. പക്ഷെ കപ്പ് നേടിയത് ഫ്രാൻസാണ്. ഫ്രാൻസ് 3-0 അവരെ തോൽപ്പിച്ചത് നാം ഓർമ്മിക്കുന്നുണ്ടാവും. ഫൈനലിൽ സിഡാൻ്റെ എണ്ണം പറഞ്ഞ 2 കിടിലൻ ഹെഡർ ഗോളുകൾ ഏവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. ഇനി 2002 വന്നാൽ ഫ്രാൻസ് ആയിരുന്നു 1-ാം റാങ്കുകാർ ഫിഫയുടെ കണക്ക് പ്രകാരം. പക്ഷെ കപ്പ് നേടിയത് 2002 ബ്രസീലായിരുന്നു. അവർ ജർമ്മനിയാണ് 2 ഗോളുകൾക്ക് തോൽപ്പിച്ചത്. റൊണാൾഡോ നസാരിയോയുടെ 2 എണ്ണം പറഞ്ഞ ഗോളുകൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ഇനി 2006 വന്നാൽ വീണ്ടും ബ്രസീലായിരുന്നു 1-ാം റാങ്കുകാർ. പക്ഷേ ഇറ്റലി കപ്പ് നേടിക്കൊണ്ടുപോയ അതാണ് നാം കാണേണ്ടി വന്നത്. 2010 ബ്രസീലായിരുന്നു വീണ്ടും 1-ാം റാങ്കുകാർ. പക്ഷെ അത്തവണ കപ്പ് നേടിയത് സ്പെയിനായിരുന്നു. 2014 വന്നാൽ സ്പെയിനായിരുന്നു ഫിഫയുടെ 1-ാം റാങ്കുകാർ. പക്ഷേ ജർമ്മനി കപ്പടിക്കുന്നതാണ് നാം കണ്ടത്. 2018 ജർമ്മനി ആയിരുന്നു 1-ാം റാങ്കുകാർ. പക്ഷേ ഫ്രാൻസ് ആണ് അത്തവണ കപ്പ് നേടിയത്. ഇനി കഴിഞ്ഞ തവണത്തേക്ക് വന്നാൽ 2022 വന്നാൽ ബ്രസീലായിരുന്നു 1-ാം റാങ്കുകാർ. നമുക്കറിയാം അവർ നേരത്തെ പുറത്തായി പോയി, ക്രൊയേഷ്യയോട് തോറ്റ്. കപ്പ് നേടിയത് ഫ്രാൻസിനെ തോൽപ്പിച്ച അർജന്റീനയാണ്. അപ്പോൾ 1-ാം റാങ്കുകാരായിരുന്ന ബ്രസീലിന് കപ്പ് കിട്ടിയില്ല എന്ന് ചുരുക്കം. ഇതാണ് കഴിഞ്ഞ 8 ലോകകപ്പുകളിലായി, അതായത് 32 വർഷങ്ങളിലെ ചരിത്രത്തിൽ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. ഇതിന് ശാസ്ത്രീയത ഉണ്ടോ ഇല്ലയോ എന്നും എനിക്കറിയില്ല. അതാണ് ഞാൻ കാളിദാസന്റെ കാര്യം ആദ്യം പറഞ്ഞത്. ചിലപ്പോൾ ഇത് വിഡ്ഢിതരമായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ ശരിയല്ലായിരിക്കും, അറിയില്ല. കാത്തിരുന്ന് കാണാം. അതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തെ പറ്റി പരാമർശിക്കേണ്ടതുണ്ട്. അതായത് നമ്മളിലെ പൊങ്ങച്ചക്കാർക്ക് ഒരു ലോട്ടറി ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ സത്യസ്ഥിതി എന്ന് പറയുകയാണ്.
ലോകകപ്പ് മത്സരങ്ങൾക്കിടെ ആരാധകർക്ക് അവരുടെ പേര് ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ അവസരമൊരുക്കുകയാണ് ഫിഫ. ഏകദേശം $79, അതായത് ഏകദേശം 7,500 രൂപ മുടക്കിയാൽ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്താൽ മത്സരത്തിൻ്റെ ഇടെ നമ്മളുടെ പേര് സ്ക്രീനിൽ തെളിയും. നിശ്ചിത സ്ലോട്ടുകൾ മാത്രമാണ് ഇതിനായി നീക്കി വച്ചിരിക്കുന്നത്. എന്നാൽ പേര് പ്രദർശിപ്പിക്കുന്ന സമയം തിരഞ്ഞെടുക്കാൻ ആരാധകർക്ക് സാധിക്കില്ല. രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനനുസരിച്ചാവും സ്ലോട്ടുകൾ അനുവദിക്കുക. ആദ്യം ഇപ്പോൾ നടക്കുന്ന പോലുള്ള ഗ്രൂപ്പ് ഘട്ടങ്ങളിലെ മത്സരങ്ങളിലാവും ഈ സംവിധാനം നിലവിൽ ഏർപ്പെടുത്താൻ പോകുന്നത്. വിജയകരമായി തീരുന്നു എന്ന് കണ്ടാൽ നോക്കൗട്ട് സ്റ്റേജിലേക്കും ഇത് നീട്ടാൻ ഫിഫ ആലോചിക്കുന്നുണ്ട്. നമ്മൾ പേരൊന്ന് പൊങ്ങി വരാൻ ഒരവസരം കിട്ടുകയാണെങ്കിൽ എന്തിനാണ് കളയുന്നത്? നമ്മുടെ പൊങ്ങച്ചക്കാർക്ക് പേരൊന്ന് പൊങ്ങി വരട്ടെ എന്ന് താല്പര്യമുള്ളവർക്ക് 7,500 രൂപ മുടക്കി അതിനായി ശ്രമിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഷക്കീറയുടെ കാര്യം പറഞ്ഞു. ഷക്കീറ ആദ്യമായിട്ട് തൻ്റെ വക്ക വക്ക ഗാനവുമായി ഉദ്ഘാടന ഓപ്പണിംഗ് സെറിമണിയിൽ വരുന്നതിന് മുമ്പ് റിക്കി മാർട്ടിനായിരുന്നു സ്റ്റേജിൽ പാട്ടുകൾ പാടിയിരുന്നത്. അതിനുശേഷം ഷക്കീറ വന്നതിന് ശേഷം വക്ക വക്ക ഗാനത്തോടു കൂടി അവർ എല്ലാ ലോകകപ്പുകളുടെയും അവിഭാജ്യ ഘടകമായി മാറി. അവർ ഉഗ്രൻ പെർഫോമൻസ് കാഴ്ച വെക്കുകയും ചെയ്തു എല്ലാ തവണയും. പക്ഷെ ഇത്തവണ അവർക്ക് ഒരു അടിപതറി എന്ന് സംശയമുണ്ട്. ചില കോൺട്രവേഴ്സി നിലനിൽക്കുന്നുണ്ട്. ഷക്കീറ ഇത്തവണ പാടാൻ വന്നപ്പോൾ, ഷക്കീർ സാധാരണ വരുമ്പോൾ ഷക്കീറ നമുക്കറിയാം അല്പ വസ്ത്രധാരിയായിരിക്കും, അതിസൗന്ദര്യവതിയാണ്. ആ സൗന്ദര്യം മുഴുവൻ പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവർ പെർഫോം ചെയ്യുക. പക്ഷെ ഇത്തവണ വന്നപ്പോൾ അവരുടെ വസ്ത്രധാരണ രീതി അമ്പേ വ്യത്യസ്തമായിരുന്നു. ഹെയർ സ്റ്റൈൽ വ്യത്യാസമായിരുന്നു. ഒരു വലിയ ഓവർ സൈസ് കണ്ണട കൂളിംഗ് ഗ്ലാസ് അവർ വെച്ചിരുന്നു. സ്റ്റെപ്സ് ഒക്കെ വ്യത്യസ്തമായിരുന്നു. അങ്ങനെ പല സംശയങ്ങളുണ്ട്. അപ്പോൾ ആരാധകരിൽ, പ്രേക്ഷകരിൽ, കാണികളിൽ പലരും പറയുന്നത് അവരുടെ ഒരു ലുക്ക് ലൈക്ക്, ബോഡി ഡബിൾ എന്നൊക്കെ പറയില്ലേ, ഇമ്പേഴ്സണേറ്റർ, ഡൈ സോങ് പാടിയപ്പോൾ അത് വേറൊരു വ്യക്തിയായിരുന്നു, ഇവരോട് സാമ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു, ഇവരല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. വെനിസ്വേലൻ ഗായികയായ റെബക്ക മെയ്ലാനോ ആണ് ഇവരോട് നല്ല സാമ്യമുള്ള സ്ത്രീയാണ്. അവരാണ് ഇവർക്ക് വേണ്ടി അവിടെ പാടിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിന് എതിരായൊരു വാദം പറയുന്നത് ഇവർക്കൊരു സ്കാറുണ്ട്, നെറ്റിക്ക് ഒരു പാടുണ്ട്. ആ പാടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു വിഭാഗം ആൾക്കാർ. അതുകൊണ്ട് അത് ഷക്കീറ തന്നെയാണ് എന്നൊരു വാദമുണ്ട്. പിന്നൊരു കാര്യമുള്ളത്, ഈ സോങ് സെലക്ഷനിൽ ഭയങ്കരമായ നിരാശയുണ്ട്, പ്രതിഷേധമുണ്ട് ആരാധകർക്ക്. ഒരിക്കലും ഇതുപോലൊരു ബിഗ് ഇവൻറ്റിൽ, ഒരു സ്റ്റേജ് ഷോ ഒക്കെ ആരാധകർക്കായി പാടുന്ന ഒരു ഗാനമല്ല ഇത്തവണ അവർ തിരഞ്ഞെടുത്തത്. മറ്റൊരു ഗായകനും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ചില സംശയങ്ങൾ ഉയർത്തുന്നവയാണ്. വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിന് അതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള കാര്യമായ ചിന്തയൊന്നും ആരും പ്രകടിപ്പിക്കുന്നില്ല. സംശയങ്ങൾ മാത്രമായി ഇത് അവശേഷിക്കുകയാണ്. വേൾഡ് കപ്പ് കഴിയുമ്പോൾ, ജൂലൈ മാസം അവസാനത്തോടാകുമ്പോൾ, വേൾഡ് കപ്പ് കഴിയുമ്പോൾ യഥാർത്ഥ വിന്നർ ആരാണ്, യഥാർത്ഥ ചാമ്പ്യൻ ആരാണ് എന്ന് നമുക്കറിയാൻ പറ്റും. അതിനുശേഷം ഷക്കീറയുടെ കാര്യത്തിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്, ഫിഫക്ക് തെറ്റുപറ്റിയോ, ഷക്കീറ നമ്മളെ പറ്റിച്ചോ എന്താന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു വ്യക്തമായ വിവരം നമുക്ക് ലഭിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഷക്കീറയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടി അതോടൊപ്പം ഇത്തവണത്തെ വേൾഡ് ചാമ്പ്യൻ ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. ജൂലൈ അവസാനത്തോടുകൂടി നമുക്കത് അറിയാൻ പറ്റും. എല്ലാവർക്കും അതുവരെ ഒരു നല്ല ഫുട്ബോൾ മാമാങ്കം എല്ലാവർക്കും കാണാൻ സൗകര്യമുണ്ടാകട്ടെ, നല്ല അനുഭവമായി തീരട്ടെ എന്ന് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഇനി കാണുന്നവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാനും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും ഒക്കെ താല്പര്യപ്പെടുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.